ഈ നിമിഷം യൂണിവേഴ്സിന് നിങ്ങളോട് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. എന്ത് അനുഗ്രഹങ്ങളാണ് തരാനുള്ളത്, എന്ത് നിർദ്ദേശങ്ങളാണ് തരാനുള്ളത് എന്നാണ്. ആദ്യമായി ലഭിച്ചിരിക്കുന്നത് യു വിൽ റിസീവ് അബണ്ടൻസ് എന്നാണ്. ഈ സമയം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരാൻ തയ്യാറാണ് എന്നാണ് കാണിക്കുന്നത്. അനുഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ പണം മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ഐശ്വര്യങ്ങളും, അതായത് ആരോഗ്യം, അറിവ്, സമ്പത്ത്, സമൃദ്ധി, സമാധാനം, ബന്ധങ്ങൾ, നല്ല തരത്തിലുള്ള സൗഹൃദങ്ങൾ, ഇതൊക്കെയാണ് അബണ്ടൻസ് കൊണ്ട്. അതുപോലെ ചിലർക്ക് സ്പിരിച്വലി ഉള്ള അനുഗ്രഹങ്ങൾ അതും കൂടി ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വർഷിക്കാൻ പ്രപഞ്ചം തയ്യാറായി നിൽക്കുകയാണ് എന്നാണ് ആദ്യമായി കിട്ടിയിരിക്കുന്ന അറിയിപ്പ്. This card indicates the unending flow of divine blessings and fulfillment of spiritual goals. അപ്പോൾ കൂടുതലും ഈ അബണ്ടൻസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ തിങ്സിനേക്കാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് ദൈവികമായ അനുഗ്രഹങ്ങൾ, അതായത് സ്പിരിച്വൽ ഗോൾസ്, നിങ്ങൾ കൂടുതൽ ആ പ്രപഞ്ച ശക്തിയുമായിട്ട് കൂടുതൽ അടുക്കുന്നതായിട്ട് കാണപ്പെടുന്നു. കൂടുതൽ അറിവ്, അഗാധമായ സ്പിരിച്വൽ നോളജ് വേണമെന്നുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ ചില മിറക്കിൾസ് നിങ്ങളുടെ ജീവിതത്തിൽ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പ്രപഞ്ച ശക്തിയുമായി കൂടുതൽ അടുക്കാൻ എന്ത് ചെയ്യണം എന്നൊരു ആഗ്രഹം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണ ത്വര, ജിജ്ഞാസ നിങ്ങളുടെ ഉള്ളിൽ ഉളവെടുത്തിട്ടുള്ള സമയമാണ്. ഇനി നമ്മൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്? ടഫ് ടൈംസ്, മിക്കവാറും നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ നല്ല കഷ്ടപ്പാട് വരുമ്പോഴാണ് ഈശ്വരനിലേക്ക് തിരിയുന്നത്. സാധാരണ നല്ല സുഖമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനമായി ജീവിക്കുമ്പോൾ പലരും, കബീർദാസ് പറഞ്ഞ പോലെ, പലരും ഈശ്വരനെ സ്മരിക്കാറ് പോലുമില്ല. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പെട്ടെന്ന് ഒരു 90% ആളുകളും ഈശ്വരനിലേക്ക് തിരിയുന്നു. ചിലർ അഡിക്ഷനിലായിട്ട് പോകുന്നു. അത് നല്ലതല്ല. സ്പിരിച്വൽ ഗോൾസ് പിന്തുടരുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും സേഫ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ് ഗോ ഓഫ് ഓൾ ദാറ്റ് ഹാസ് ഹാപ്പൻഡ്, കഴിഞ്ഞു പോയതെല്ലാം മറന്നേക്കുക. ദ ബാഡ് ടൈംസ് വിൽ ഓൾസോ ഷുവർലി ഗോ. ചില സമയം എല്ലാവർക്കും സമയദോഷങ്ങളുടെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അതിനൊരു പർപ്പസ് ഉണ്ട്. ഈ ചീത്ത സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് പർപ്പസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ സമയത്താണ് നമ്മൾ കൂടുതൽ ഈശ്വരനിലേക്ക് അടുക്കുന്നതും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കഷ്ടപ്പാടുകൾ മാറി നല്ലൊരു പ്രകാശം വരുന്നതും. കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓൾവേസ് ലീവ്സ് ബിഹൈൻഡ് സീഡ്സ് ഓഫ് റീഗ്രോത്ത് ആൻഡ് റീജനറേഷൻ. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സമയമാണിപ്പോൾ. അതായത് കുറേ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചു. അതെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. ആ നാശത്തിൽ നിന്ന് ഒരു പുതിയ തുടക്കമാണ് ഉണ്ടാകുന്നത്. അവസാനമായി ഇതിന് വീണ്ടും റിപ്പീറ്റഡായിട്ട് അതിനെ വരുന്നത്, ലെറ്റ് ഗോ ഓഫ് ദ ഓൾഡ്, വെൽക്കം ദ ന്യൂ, വിച്ച് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം ടു കം ആൻഡ് ഇറ്റ് ഈസ് പോസിബിളി ഓൺ ഇറ്റ്സ് വേ. കഴിഞ്ഞു പോയത് ബന്ധങ്ങളായാലും ചിലപ്പോൾ ദുരിതപൂർണ്ണമായ ബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം, ചിലർക്ക് ധനം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പോയതെല്ലാം വിട്ട് കളഞ്ഞേക്കുക. അതിനേക്കാൾ നല്ലത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ക്ഷമയോട് കൂടി കാത്തിരിക്കണം എന്നാണ് പറയുന്നത്. ക്ഷമയോടും വിശ്വാസത്തോടും കൂടി കാത്തിരിക്കുക. നിങ്ങൾക്കുള്ളത് നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും എന്ന് മനസ്സിലാക്കുക.